നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മാസങ്ങൾ നീണ്ട ആക്രമണത്തിനൊടുവിൽ റഫയിലെ ഹമാസ് ബ്രിഗേഡിനെ തകർത്തു തരിപ്പണമാക്കി ഇസ്രായേലി സേന. റഫയിലെ ഹമാസ് ബ്രിഗേഡിന്റെ അന്ത്യം കണ്ടു എന്ന് ഇപ്പോൾ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് തന്നെ വ്യക്തമാക്കുകയാണ്. IDF നടത്തിയ തുടർ ആക്രമണങ്ങളിലാണ് റഫയിലെ പ്രമാദമായ ഹമാസ് ബ്രിഗേഡ് തരിപ്പണമായത്. ഈജിപ്റ്റ് അതിർത്തി പ്രദേശത്തുള്ള ഫിലാഡൽഫി കോറിഡോറിലെ 80% ഹമാസ് തുരങ്കങ്ങളും തകർത്തതായി ഇപ്പോൾ IDF അവകാശപ്പെടുന്നു. ഏറ്റവും അധികം ഹമാസിന്റെ ഭീകരവാദികൾ ഒളിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം നടന്നു വന്നിരുന്ന ഒരു പ്രദേശമാണ് ഫിലാഡൽഫി ഇടനാഴി. ഈ ഫിലാഡൽഫി ഇടനാഴിയാണ് ഹമാസിന്റെ ജീവനാഡി എന്ന് കരുതി പോന്നിരുന്നത്. കാരണം ഈജിപ്തിൽ നിന്ന് യഥേഷ്ടം ആയുധങ്ങളും മയക്കുമരുന്നുമടക്കം എന്തു സാധനവും ഹമാസിന് എത്തിച്ചിരുന്നത് ഈ ഫിലാഡൽഫി ഇടനാഴി വഴിയായിരുന്നു. ഇറാനിൽ നിന്നുള്ള സൈനിക സഹായം, ഹിസ്ബുള്ളയുടെ, ഹൂതികളുടെ ഒക്കെ ആയുധ ശേഖരങ്ങൾ ഹമാസിന് യഥേഷ്ടം ലഭിച്ചിരുന്നത് ഈ ഫിലാഡൽഫി ഇടനാഴി വഴിയായിരുന്നു. ഫിലാഡൽഫി ഇടനാഴിയിൽ നിരവധി തുരങ്ക ശൃംഖലകൾ ഹമാസിനുണ്ടായിരുന്നതായുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളിൽ പലരും പതിയിരുന്നത് ഈ തുരങ്ക ശൃംഖലകൾക്കുള്ളിലായിരുന്നു. എന്നാൽ ഫിലാഡൽഫി ഇടനാഴി മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ സേന പിടിച്ചെടുത്തു. ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സേന മാറണമെന്ന ആവശ്യമാണ് പ്രധാനമായും വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് ഉന്നയിച്ചത്. അപ്പോൾ ഫിലാഡൽഫി ഇടനാഴി ഹമാസിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാകുന്നതാണ്. ഏറ്റവും പ്രധാനമായി ഹമാസ് മുന്നോട്ട് വച്ച നിബന്ധനകളിലൊന്ന് ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഇസ്രായേലിന്റെ സേന പൂർണ്ണമായും ഒഴിഞ്ഞു പോകണം. അപ്പോൾ ഈ ഫിലാഡൽഫി ഇടനാഴി വിട്ടുപോകില്ലെന്ന് കൃത്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതിനു പിന്നാലെ പിടിച്ചെടുത്ത ഫിലാഡൽഫി ഇടനാഴിയിലെ ഹമാസിന്റെ സാന്നിധ്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇസ്രായേൽ ആരംഭിച്ചത്. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിരവധി തുരങ്ക ശൃംഖലകൾ തകർക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ IDF സ്ഥിരീകരിക്കുന്നത്. 80% തുരങ്കങ്ങളും ഫിലാഡൽഫി ഇടനാഴിയിൽ തകർത്തിരിക്കുന്നു. ഇനി ഫിലാഡൽഫി ഇടനാഴിയിൽ ഹമാസിന്റെ സാന്നിധ്യമില്ല. ഈ തകർത്ത തുരങ്കങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഹമാസ് ഭീകരവാദികളെ നേരിട്ട് കണ്ടു എന്ന് IDFന്റെ ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവരെ പിടിച്ചെടുക്കുകയും ഇവരിൽ പലരെയും ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് IDF സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ശ്രമമാണ് ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോൾ റഫയിലും ഗാസയിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റഫയിലെ ആക്രമണം 2-3 മാസക്കാലമായി ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു. അതായത് ഗാസയുടെ മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുവിധം ഹമാസിനെതിരെ യുദ്ധം നടത്തി അവിടെയുള്ള ഹമാസിനെ നിർവീര്യമാക്കി എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് റഫയിലേക്ക് ഇസ്രായേൽ ശ്രദ്ധ തിരിക്കുന്നത്. അവിടെ റഫയിലേക്ക് യുദ്ധം നടത്തരുത്, റഫയിലേക്ക് ഒരു തരത്തിലും ആക്രമണം നടത്തരുതെന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചു. എന്നിട്ടും ഇസ്രായേൽ കുലുങ്ങിയില്ല. കാരണം ഇസ്രായേലിന് വ്യക്തമായ ന്യായീകരണം ഉണ്ടായിരുന്നു. ഒക്ടോബർ മാസം 7-ന് ഇസ്രായേലിലേക്ക് കടന്നു കയറി അതിക്രൂരമായ കൊലപാതക പരമ്പര ചെയ്ത ഹമാസിന്റെ ഭീകരവാദികളിൽ പലരും ഒളിച്ചിരിക്കുന്നത് റഫയിലാണ്. റഫയിലെ 14 മുതൽ 16 ലക്ഷം വരുന്ന അഭയാർത്ഥികളുടെ മറയാക്കിക്കൊണ്ട് അവരുടെ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ വമ്പൻ ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ട്. ആ തുരങ്കങ്ങളിലാണ് ഈ ഹമാസിന്റെ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ മാത്രമേ ഈ യുദ്ധത്തിൽ വിജയം കൈവരിക്കാനാകൂ എന്ന് ഇസ്രായേലിന് മനസ്സിലായി. അങ്ങനെ വമ്പൻ കുടിയൊഴിപ്പിക്കലിന്, ചരിത്രം കണ്ട ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിനാണ് ഇസ്രായേൽ സേന നേതൃത്വം നൽകിയത്. റഫയുടെ പ്രദേശങ്ങളിൽ നിന്ന് ഗാസയുടെ തെക്കൻ മേഖലകളിലേക്ക്, അതായത് ഖാൻ യൂനിസ്, ജബാലിയ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് 14 മുതൽ 16 ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനുശേഷം അഭയാർത്ഥി ക്യാമ്പുകളെ കേന്ദ്രീകരിച്ച് വമ്പൻ യുദ്ധം, വമ്പൻ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അതിൽ നിരവധി ഹമാസിന്റെ ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഇതാ റഫയിലെ ഹമാസ് ബ്രിഗേഡ് തന്നെ പൂർണ്ണമായും തകർത്തു തരിപ്പണമാക്കിയെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അവകാശം ഉന്നയിക്കുന്നു. 80% വരുന്ന ഹമാസിന്റെ ഒളി സങ്കേതങ്ങൾ ഫിലാഡൽഫി
കോറിഡോറിൽ ഇടനാഴിയിൽ തകർത്തിരിക്കുന്നു. വമ്പൻ വിജയം ഹമാസിന് മേൽ ഇസ്രായേൽ നേടിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതേസമയം വെസ്റ്റ് ബാങ്കിലാകട്ടെ മുഹമ്മദ് ജാബർ എന്ന പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡർ തലവനെയാണ് ഇസ്രായേലി സേന തീർത്തിരിക്കുന്നത്. ഇതിനു മുൻപ് പല സമയങ്ങളിലും ജാബറിനെ കൊലപ്പെടുത്താൻ ഇസ്രായേലി സേന ശ്രമിച്ചിട്ടുണ്ടെങ്കിലും തലനാരിഴയ്ക്ക് ആ ഭീകരൻ രക്ഷപ്പെട്ടിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ഒരു ആക്രമണം ഉണ്ടായി. അതിൽ മുഹമ്മദ് ജാബർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പാലസ്തീൻ മാധ്യമങ്ങൾ തന്നെ നൽകി. എന്നാൽ അപ്രതീക്ഷിതമായി മറ്റു ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിൽ എത്തിപ്പെടുകയായിരുന്നു മുഹമ്മദ് ജാബർ. അങ്ങനെ പാലസ്തീനിൽ ഒരു ഹീറോ പരിവേഷം പോലും ഉണ്ടായിരുന്ന ഒരു ഭീകര നേതാവാണ്. അന്ന് ആ സംസ്കാര ചടങ്ങിലേക്ക് എത്തിയ മുഹമ്മദ് ജാബറിനെ അനുയായികളും പാലസ്തീനികളും തോളിലേറ്റിയാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. അങ്ങനെ ഒരു ഹീറോയിസത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ്, അതിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം വമ്പൻ ആക്രമണത്തിലൂടെ മുഹമ്മദ് ജാബർ അടക്കമുള്ള 5 പാലസ്തീനി തീവ്രവാദികൾ അല്ലെങ്കിൽ പാലസ്തീനി ആയുധധാരികളെ കൊന്നൊടുക്കിയത്. എന്തായാലും മുഹമ്മദ് ജാബറിനെ കൊലപ്പെടുത്തിയതോടുകൂടി വെസ്റ്റ് ബാങ്കിലെ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേലി സേന കണക്കുകൂട്ടുകയാണ്.